ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ ചൂരക്കറിയാണ്. തേങ്ങയൊന്നും ചേർക്കാതെ തന്നെ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടിയിട്ടുള്ള നല്ല മീൻകറി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. മീൻകറി വെക്കാനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കാം. ഉലുവ പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി ചേർക്കാം. ഞാനിവിടെ 10 ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ടാണ് ചേർക്കുന്നത്. അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർക്കാം. ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ 7 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ചതച്ച് ചേർക്കാം. എപ്പോഴും മിക്സിയിൽ അരക്കുന്നതിനേക്കാളും ഇതുപോലെ ചതച്ചിട്ട് ചേർക്കുന്നതാണ് നല്ലത് കേട്ടോ. 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും ഇത്. അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇനി ചേർക്കുന്നത് തക്കാളിയാണ്. ഞാനിവിടെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ, തക്കാളി നന്നായിട്ട് വേവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. ആദ്യം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ ചേർക്കുന്നത് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. അത് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് മുളക് പൊടിയാണ്. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. അത് 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എപ്പോഴും പൊടികൾ ചേർക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് തണുക്കാൻ വെക്കണം. തക്കാളി മസാല നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. എന്നിട്ടിത് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. ഇതിൽ തീരെ വെള്ളമൊന്നും ചേർക്കാതെ വേണം അരക്കാൻ വേണ്ടിയിട്ട്. മൺചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ചേർക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കടുക് ഇടാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം. കറിവേപ്പില ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല ചേർക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു പച്ചമാങ്ങയാണ് ചേർക്കുന്നത്. നല്ല പുളിയുള്ളൊരു പച്ചമാങ്ങ ചേർക്കുന്നുണ്ട്. നിങ്ങൾ പച്ചമാങ്ങ ഇല്ലെങ്കിൽ പുളി ചേർത്താൽ മതി. വാളൻപുളിയോ അല്ലെങ്കിൽ കൊടുമ്പുളിയോ ചേർത്താൽ മതി. മാങ്ങ ചേർത്തതിന് ശേഷം ഒന്ന് ഇത് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഗ്രേവി കുറച്ചുകൂടി ലൂസാവാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർക്കാം. കറി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർക്കാം. ഞാനിവിടെ ചൂര മീനാണ് എടുത്തിട്ടുള്ളത്. ഒരു 250 ഗ്രാം മീൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ഏത് മീൻ വെച്ചിട്ടും ഇതിങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. മീൻ ചേർത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്കിനി മൂടി വെച്ചിട്ട് വേവിക്കണം. ഇത് മൂടി വെച്ചിട്ട് കുറച്ച് സമയം വേവിച്ചെടുക്കാം. മീൻ നന്നായിട്ട് വേവുന്നത് വരെ വേവിച്ചെടുക്കണം. ഇടയ്ക്ക് ഇതൊന്ന് ചട്ടി തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ ഓർക്കണം. സ്പൂൺ കൊണ്ട് ഇളക്കരുത്, കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. ഇനി
ഇനി നമുക്കിത് ഒന്നുകൂടി അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം വേവിച്ചെടുക്കാം. ചട്ടി ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിപ്പോൾ വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൽ ഉപ്പ് കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. മീൻ കഷ്ണങ്ങൾ പൊട്ടിപ്പോകാതെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ തൂക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചൂര മീൻ കറി റെഡി ആയിട്ടുണ്ട്. തേങ്ങയൊന്നും ചേർക്കാതെ തന്നെ നല്ല കട്ടിയുള്ള ചാറോട് കൂടിയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചൂര മീൻ അല്ലെങ്കിലും വേറെ ഏതെങ്കിലും മീൻ ഉപയോഗിച്ചിട്ടും ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പച്ചമാങ്ങയ്ക്ക് പകരം നിങ്ങൾക്ക് പുളിയും ചേർത്തിട്ടും ഇതുപോലെ ഉണ്ടാക്കാം. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.